നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡാറ്റ വാലിഡേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ കണ്ടു. ഈ വീഡിയോയിൽ നമ്മൾ VLOOKUP ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഡാറ്റ ഷീറ്റിൽ വെജിറ്റബിൾസും അതിൻ്റെ പ്രൈസും കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഒരു വെജിറ്റബിളിനെ സെലക്ട് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരണം. അതിന് വേണ്ടിയിട്ടാണ് VLOOKUP ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിന് ഈക്വൽ ടു കൊടുക്കുക. പ്രൈസിന്റെ സെല്ലിൽ വന്ന് ഈക്വൽ ടു കൊടുക്കുക. VLOOKUP സെർച്ച് കീ ബ്രാക്കറ്റിൽ സെർച്ച് കീ എന്ന് പറയുന്നത് ഏത് സെല്ലിലെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൈസ് ആണ് വരേണ്ടത് ആ സെല്ലാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് A2 എന്ന് പറയുന്ന സെല്ല്. ജിഞ്ചർ ആണെങ്കിൽ ജിഞ്ചറിന്റെ പ്രൈസ് ഇവിടെ കാണിക്കുക. ടൊമാറ്റോ ആണെങ്കിൽ ടൊമാറ്റോയുടെ പ്രൈസ് ഇവിടെ കാണിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ A2 എന്ന് പറയുന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. കോമ കൊടുക്കുക. റേഞ്ച് എന്ന് പറയുന്നത് നെക്സ്റ്റ് കൊടുക്കേണ്ട റേഞ്ച് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് ഡാറ്റ ഷീറ്റിലെ ഈ രണ്ട് സെല്ലും ആണ് റേഞ്ച് എന്ന് പറയുന്നത്. വെജിറ്റബിളും വെജിറ്റബിളിന്റെ പ്രൈസും ചേർന്നാണ് റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ കോമ കൊടുക്കുക. നെക്സ്റ്റ് ചോദിക്കുന്നത് ഇൻഡെക്സ് നമ്പർ ആണ്. ഇൻഡെക്സ് എന്ന് പറയുന്നത് VLOOKUP ഫംഗ്ഷനിലൂടെ ഏത് കോളത്തിലെ വാല്യൂ ആണോ നമുക്ക് കിട്ടേണ്ടത് ആ കോളത്തിന്റെ നമ്പർ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് വെജിറ്റബിൾസിന്റെ പേര് കൊടുത്തിരിക്കുന്നത് 1ഉം പ്രൈസ് കൊടുക്കുന്നത് 2 ആണ്. അപ്പോൾ 2 ആണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. 2, 0 കൊടുക്കുന്നത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ജിഞ്ചറിന്റെ വാല്യൂ ഇവിടെ പ്രൈസ് ഇവിടെ വന്നിട്ടുണ്ട് 16. മറ്റൊരെണ്ണം കൊടുത്തു നോക്കാം. ചില്ലി കൊടുത്തു നോക്കാം. ചില്ലി പ്രൈസ് മാറി വന്ന് 25. ഓണിയൻ പ്രൈസ് 26. ഇതാണ് VLOOKUP ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് താഴത്തെ സെല്ലിലേക്ക് വരുത്തണമെന്ന് വിചാരിക്കാം. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഈ കാണുന്ന ബ്ലൂ സ്ക്വയറിൽ വെക്കുമ്പോൾ ഒരു പ്ലസ് ബട്ടൺ വരും. ആ പ്ലസ് ബട്ടൺ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് താഴത്തെ സെല്ലുകളിലേക്ക് വന്നു. നമുക്ക് മറ്റ് വെജിറ്റബിൾസിന്റെ പേര് അവിടെ കൊടുക്കാം. ടൊമാറ്റോ കൊടുക്കാം, ഗാർലിക് കൊടുക്കാം. പക്ഷെ അതിന്റെ പ്രൈസ് ഇവിടെ വന്നിട്ടില്ല. പ്രൈസ് എങ്ങനെ വരുത്താമെന്ന് നോക്കാം. പ്രൈസിന്റെ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക. ബ്ലൂ സ്ക്വയറിൽ വരിക, പ്ലസ് ബട്ടൺ വരും, പ്ലസ് ബട്ടൺ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ പ്രൈസും വന്നു. ഇനി നമുക്ക് ഡാറ്റ ഷീറ്റിൽ രണ്ട് ഡാറ്റാസ് കൂടെ ആഡ് ചെയ്ത് നോക്കാം. ക്യാരറ്റ് 25, cabbage 20. നോക്കാം. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ക്യാരറ്റ് വന്നിട്ടുണ്ട് 25, ക്യാബേജ് വന്നിട്ടുണ്ട് 20. അപ്പോൾ VLOOKUP ഫംഗ്ഷനും അതിൻ്റെ ഭാഗങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.